കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും പ്രിയ വാത്സല്യ സഹോദരനും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഈ മാസത്തിൻ്റെ 2-ാം ശനിയാഴ്ച കർത്താവ് തന്ന വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന് പോയതിന് ശേഷം ഈ ഒരു മാസം കൊണ്ട് എന്തെല്ലാം സംഭവം ഈ ലോകത്തിൽ നടന്നു, എസ്പെഷ്യലി കേരളത്തിൽ നടന്നു, ലോകമാഗോള വ്യാപകമായി നടന്നു. ഒരു വലിയ യുദ്ധഭീതി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സ്തോത്രം 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 സ്തോത്രം. ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണില്ല. അത് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായി ജീവിച്ചത് കൊണ്ട് വീടില്ല. ഏതായി പാറ? യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തു. സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വന്നാലും, സ്തോത്രം, മുല്ലപ്പെരിയാറ് പൊട്ടി വന്നാലും, ഭൂകമ്പം നടന്നാലും, യുദ്ധം വന്നാലും, എന്തു വന്നാലും ദൈവം തൻ്റെ ജനത്തിന് പരിചയമായി ഉണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വചന വെളിപ്പാടുകൾ അതൊക്കെയാണ്. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. എന്ത് സംഭവിക്കട്ടെ, മുല്ലപ്പെരിയാറ് പൊട്ടുന്നില്ല എന്ന് വെച്ചോ, നമ്മളെല്ലാം കൂടി കിടന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചു, പുതിയ ഡാം പണിതു, ശ്രീധരൻ മാഷ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്തു, ഒരു ക്രമീകരണമൊക്കെ വരുത്തി, വെള്ളം കൂടുതൽ സ്റ്റോർ ചെയ്യാതെ കൂടുതൽ അതിൽ നിന്ന് കൊണ്ടുപോകാൻ, അങ്ങനെ എന്തൊക്കെ ഉപാധികൾ പുള്ളി വെച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ല, ഇതൊന്നും തിരക്കലും അല്ല എൻ്റെ പണി. എങ്കിലും ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആ ഡാം അങ്ങനെ നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചോ, റിക്ടർ സ്കെയിലിൽ ഒരു 8-9 ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോയി. ഡാമും പൊട്ടണ്ട, ഒന്നും ചെയ്യണ്ട, എല്ലാം തീർന്നു. സ്തോത്രം. ഇനി വേണ്ട ഈ ഈ ഈ യുദ്ധവെറിയന്മാർ യുദ്ധം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കെമിക്കൽ വെപ്പൺസ് എടുത്ത് ആ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ കേട്ടൊരു വാർത്ത ഇതാണ്, അമേരിക്കയുടെ ഒരു മുങ്ങിക്കപ്പലിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്ന ആ രാസായുധങ്ങൾ അതൊരു 3-4 പീസ് എടുത്ത് ലോകത്തിട്ടാൽ ലോകം മുഴുവൻ തീർന്നതാണ്. മറ്റു രാജ്യങ്ങളൊന്നും ചെയ്യണ്ട. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടാനായിട്ട് മുല്ലപ്പെരിയാറ് പൊട്ടണ്ട, ഭൂകമ്പം വരണ്ട, മറ്റു പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. എന്ത് സംഭവിക്കാം, ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. നമ്മുടെ അരുമനാഥൻ ഈ കർത്താവിൻ്റെ ദൗത്യം ശുശ്രൂഷ തികച്ചതിന് ശേഷം അവസാനമായിട്ട് പോകുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരികയാണ്. പ്രവൃത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ദൈവസഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാ. ദൈവസഭയുടെ പ്രത്യാശ കർത്താവ് വന്ന് നമ്മളെ ചേർക്കുമെന്നുള്ളതാ. നമ്മുടെ പ്രത്യാശ അതാണെങ്കിൽ മറ്റെന്തും സംഭവിച്ചാലും നമുക്ക് വിഷയമല്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഹൃദയം 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിന് മുമ്പൊരു ഭാഗം ഞാൻ വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. 1:13. അത് ഇത് ഞാൻ വലിപ്പോൾ വായിച്ച ലൂക്കോസ് പറയും. മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളും. മതി. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം പൂർണ്ണ പ്രത്യാശയോടെ ആയിരിക്കുക. അതാ പൗലോസ് തരുന്ന ഉപദേശം. ഇവിടെ ലൂക്കോസ് പറയുന്നു, യേശു പോയതുപോലെ തിരികെ വരും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് വന്ന് നമ്മളെ ചേർക്കും. ആ ചേർക്കുന്ന സമയത്ത് ദൈവവചന വസ്തുപ്രകാരം ഞാൻ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ലോകത്ത് പലതും സംഭവിക്കും ദൈവമക്കളെ. നമ്മുടെ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് എന്തെല്ലാം ദുരന്തങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, രാത്രി
ഒരു 7-8 മണി കഴിഞ്ഞാൽ രാത്രി വണ്ടി ഓടിച്ച് നമ്മുടെ റോഡുകളിൽ കൂടി പോകാൻ പറ്റുമോ? നമുക്ക് കുഴി വീണ് ചാകും നമ്മൾ. അതുകൊണ്ട് ഞാൻ പകൽ യാത്ര ചെയ്യുന്നത്, രാത്രി യാത്ര ചെയ്യത്തില്ല. പേടിയാ. 1/2 അടി താഴ്ചയുള്ളൊരു കുഴിയിൽ ഒരു ബൈക്ക് വീണാൽ, 1 അടി താഴ്ചയുള്ളൊരു ഒരു ഒരു കുഴിയിൽ ഒരു കാറിൻ്റെ ഒരു വീല് വീണാൽ സ്വത്രം എന്ത് സംഭവിക്കാം? സ്വത്രം. അപ്പം അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെയും മനുഷ്യരുടെയും അനാസ്ഥ കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്തും വരട്ടെ, എന്തും സംഭവിക്കട്ടെ, എനിക്ക് കർത്താവിൻ്റെ വരവിൽ പോകാൻ പറ്റുമോ, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഉണർന്നുകൊണ്ടിരിക്കുക. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, ആദ്യമായിട്ട് കയറുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം ആദ്യമായിട്ട് കയറുകയല്ലേ, അവർ തരുന്ന ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് അങ്ങോട്ട് പാലിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഒന്നാമതൊന്നും മനസ്സിലാകത്തില്ല, അവർ പറയുന്ന ഇംഗ്ലീഷും അവരുടെ അറബിയും ഒക്കെ നമുക്ക് മനസ്സിലാകത്തില്ല. എനിവേ ഒത്തിരി നാൾ യാത്ര ചെയ്തവർക്കാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും അവർ ശ്രദ്ധിക്കത്ത് പോലുമില്ല. ബെൽറ്റ് ഇടണം. പിന്നെ എയർ സമ്മർദ്ദമുള്ള സ്ഥലത്തുകൂടി പ്ലെയിൻ പോകാൻ നേരത്ത് അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ ബെൽറ്റ് ഇട്ട് സൂക്ഷിച്ചു, അല്ലെങ്കിൽ പ്ലെയിൻ ഇങ്ങനെ കിടന്ന് അറിയുമ്പോൾ നമ്മൾ അലച്ചും കെട്ടി തറയിൽ പോകും. സ്വത്രം. എയർ കട്ടർ എന്നൊക്കെ പറയാതില്ല, എയർ പോക്കറ്റ് കറക്റ്റ്. സ്വത്രം. എയർ പോക്കറ്റിൽ പ്ലെയിൻ വീഴുമ്പോൾ ഭയങ്കരമായിട്ട് പ്ലെയിൻ ഉലയും. അപ്പോൾ ബെൽറ്റ് ഇട്ട് മുറുകിയിരിക്കാനായിട്ട് അനൗൺസ്മെന്റ് ചെയ്യും. ഈ അനൗൺസ്മെന്റ് കേൾക്കാത്തവനൊക്കെ എന്ത് ചെയ്യുക? തലയെ കുത്തി തറയിൽ വീഴും. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കാത്തവർക്ക് സ്വത്രം പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ തലയും കുത്തി തറയിൽ പോകും. വചനം കേട്ട് ജീവിച്ചിരിക്കുന്നവന് ഒരു കുഴപ്പമില്ല, ഇങ്ങേറ്റം കൂടിയ ചാകും, അത്രയല്ലേ ഉള്ളൂ. മരണാനന്തര ജീവിതം കർത്താവിനോടൊപ്പം ആയിരിക്കാന്നുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അപ്പൊ ഈ പ്ലെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഈ അനൗൺസ്മെന്റ് പല പ്രാവശ്യം കേട്ടവർക്കും പല പ്രാവശ്യം യാത്ര ചെയ്തവർക്കും ഇതൊന്നും ഒരു വിഷയമല്ല. അവർ വല്ല മൊബൈൽ പുസ്തകവും വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പം മൊബൈൽ ഉപയോഗിക്കാന്നൊക്കെ പറയണം, മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പൈലറ്റ് അനൗൺസ് ചെയ്യുകയാണ്. ഫ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൈലറ്റിന്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നു. സ്വത്രം. നമ്മുടെ ഒന്നാമത്തെ എഞ്ചിന് 2 എഞ്ചിനുണ്ട്. അതിൽ ആദ്യത്തെ എഞ്ചിൻ തകരാറായി, 2ാമത്തെ എഞ്ചിനിലാണ് പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ സുരക്ഷിതരായിരിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ അനൗൺസ്മെന്റ് വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് കേട്ടിട്ട് കുഴപ്പമില്ല, ഒന്നല്ലേ കേടായുള്ളൂ, കുഴപ്പമില്ല, മറ്റു ഒരെണ്ണത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അടുത്ത ഉടനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയാ, ആദ്യത്തെ എഞ്ചിൻ കേട്ട 2ാമത്തെ എഞ്ചിനും ഏതോ റെഡ് സിഗ്നൽ കാണിക്കുന്നുണ്ട്, തകരാറാണ്, അതുകൊണ്ട് വളരെ സുരക്ഷിതരായിരിക്കുക, ചിലപ്പോൾ നമ്മൾ വല്ല വെള്ളത്തിലൊക്കെ ലാൻഡ് ചെയ്യേണ്ട സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയാം, അപകട ഭീഷണിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് 2ാമത്തെ അനൗൺസ്മെന്റ് വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കിടുകിടാവ് അല്ലേ? സ്വത്രം. അതിൻ്റെ സ്വത്രം. അപ്പൊ എന്നതുപോലെ ഇപ്പൊ നമുക്ക് സ്വത്രം മുല്ലപ്പെരിയാറ്, പിന്നെ സ്വത്രം വയനാട്, പിന്നെ മാരക രോഗങ്ങൾ, പിന്നെ യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള ഇതൊക്കെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ ദൈവവചനത്തിലൂടെ കണ്ണോടിച്ച് ഇതെല്ലാം പ്രാവചനിക നിവൃത്തികളാണ്, ഇത് സംഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒരുക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. നമ്മൾ കിടന്ന് വിഭ്രാന്തിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് പൊട്ടാം, പൊതി പൊട്ടാം, ഇതൊക്കെ നടക്കും. ഇതെല്ലാം നടക്കും. ഒരു പുതിയ ഡാം പണിതാലും ബ്രിട്ടീഷുകാർ പണിത ഡാം ആയതുകൊണ്ട് എത്ര വർഷം, ഇത് 130 വർഷം കൊണ്ട് കഴിഞ്ഞെന്നാ പറയുന്നത്. സ്വത്രം. ഇപ്പൊ നമ്മളൊരെണ്ണം പണിത് വെച്ചോന്ന് വെച്ചോ, 2 വർഷം കഴിയുമ്പോൾ അത് പൊട്ടി അതിന്റെ ഇടപാട് ചെയ്തു. കാരണം അതിന് പണിയിൽ ഉടായ്പല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാർ ചെയ്യുന്ന റോഡ് ടാർ ചെയ്യുന്നതിൽ 6 മാസം കഴിയുമ്പോൾ ടാറ് പൊളിഞ്ഞു പോകുന്നുണ്ടല്ലോ. സ്വത്രം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. സ്വത്രം. അപ്പൊ ദൈവം സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവം പരിപാലിക്കുന്നില്ലെങ്കിൽ സ്വത്രം ഇവിടെ എന്തും സംഭവിക്കാം. ഇനി എന്തും സംഭവിച്ചാൽ തന്നെയും പ്രത്യാശയോടെ നമ്മൾ ആയിരിക്കണമെന്നാണ് ദൈവവചനം നമ്മളെ കുറിച്ച് പറയുന്നത്. എന്ത് സംഭവിക്കട്ടെ, ഉന്മൂലനാശം എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഈ ഉന്മൂലനാശം എന്നുള്ളത് എന്തിനാ കാണിക്കുന്നത്? 3 യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചു. അത് ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞു.
2 സംഭവിച്ചു കഴിഞ്ഞു. യഹോവയായ കർത്താവ്, യെഹെസ്കേൽ 21:26, 27. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും, അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. അവന് ഞാനത് കൊടുക്കും. ആരാ അവകാശമുള്ളവൻ? കർത്താവ്. സ്തോത്രം. ഈ ഉന്മൂലനാശം എന്ന് പറയാൻ 3 ഉന്മൂലനാശം, 3 ലോകമഹായുദ്ധത്തെയാണെന്നാണ് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണുമായിരിക്കാം. 1ഉം 2ഉം കഴിഞ്ഞു. കോടിക്കണക്കിന് ജനം മരിച്ചു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ, സ്തോത്രം, യുദ്ധശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് കാണത്തില്ല. അതുപോലെ അഡ്വാൻസ്ഡായി മാറി ലോകത്തിലെ, സ്തോത്രം, ആയുധങ്ങൾ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ബോംബിന്റെ 1000 മടങ്ങ് ശക്തിയുള്ള അണുബോംബുകളാണ് ഈ 160-260 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഉണ്ടാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊലവിളി നടത്താനായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ പിശാച് കയറി പലതും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ചിലർ പറയാം ഞാൻ ചാമ്പലാക്കും, ചിലർ പറയാം ഞാൻ എല്ലാത്തിനെയും ശരിയാക്കും. ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ പോർവിളി നടത്തിക്കൊണ്ട് ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അതിനു മുൻപായി തൻ്റെ ശരീരമാം സഭയെ, തൻ്റെ മണവാട്ടിയായ സഭയെ, തൻ്റെ കെട്ടിടമായ സഭയെ കർത്താവ് വന്ന് ചേർക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഘോരമായ മഹോപദ്രവ കാലത്തിന് മുൻപ് ഈ കർത്താവ് തൻ്റെ സഭയെ ചേർക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് പേടിച്ചു പോകേണ്ട കാര്യമില്ല. എലിയെ പേടിച്ച് ഇല്ലം ചൂടണമെന്ന് പറഞ്ഞ പോലെ, സ്തോത്രം, നമ്മൾ പേടിച്ചു പോകേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ നമ്മൾ പാർക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ പാർക്കുക. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സുപരിചിതമായ വചനമാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന്റെ സൗഖ്യം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കിക്കോ. ഹല്ലേലൂയ. എന്തെല്ലാം അത്ഭുതങ്ങൾ ഈ ജനം കണ്ടു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ആൾക്കാരെല്ലാം അത്ഭുതത്തിന്റെ പറയാറുണ്ട്. ഈ ഇസ്രായേൽ ജനം അത്ഭുതം കണ്ടിട്ടും പിന്നെ അവരുടെ ഗതി അധോഗതിയായി. സ്തോത്രം. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും അല്ല വിഷയം. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി അക്ഷാന്ത പരിശ്രമം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്മുടെ വചന പഠനത്തിലേക്ക് കയറുകയാണ്. കൊലോസ്യ ലേഖനം അതിൻ്റെ സ്തോത്രം 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. അടുത്ത വാക്യം കൂടി. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിന്ന് പരിപൂർണരായിരിക്കുന്നു. മതി. ഈ 9ഉം 10ഉം വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. കൊലോസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവവചനത്തിന്റെ മർമ്മങ്ങളുടെ കലവറയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനമായിട്ട്, കൊലോസ്യ ലേഖനമായിട്ട്, തെസ്സലോനിക്കയിലെ എല്ലാം വചനത്തിൽ ഈ ദൈവ ആത്മീക മർമ്മങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. ഇത് ആത്മാവിൽ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഈ 9-ാം വാക്യം, അവനിലല്ലോ, അവനെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണെന്ന് പറയാനുള്ള പ്രധാന കാരണം യേശുക്രിസ്തുവിൽ ദൈവം വസിക്കുക. സ്തോത്രം. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ചിട്ട് സ്നേഹത്തിൽ വസിക്കുന്നു. നിങ്ങൾ എൻ്റെ കൽപ്പന എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കർത്താവിൽ പിതാവ് വസിക്കുക. സ്തോത്രം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു ആത്മീയ മർമ്മമാണ്. ഇത് വേദഭാഗങ്ങളിലൂടെയൊക്കെ പഠിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ച് പഠിച്ചെടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശ സംഘങ്ങൾ കുമിളുപോലെ മുളച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ എറണാകുളം പട്ടണം അതിന് മോശമൊന്നുമല്ല. വ്യക്തികളെയും സഭകളെയൊന്നും ഞാനെടുത്ത് പ്രതിപാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസഭയുടെ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം നമ്മൾ അനുസരിക്കണം. ഗലാത്യ ലേഖനം 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും
അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എഫേസ്യർ 4:11. അപ്പൊ ദൈവം നിയമിച്ചു വെച്ചവരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ടു പഠിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ നിവാരണം. അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. കാരണം ഈ സംശയത്തിന് ഒരിക്കലും സ്വത്രം പരിഹാരം വരികയില്ല. ദൈവമാക്കി വെച്ചവരെ അവരെ വചനം പഠിപ്പിക്കാൻ. നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു പരം പ്രേഷണം ചെയ്ത് അവനിയിൽ ഗുരുക്കളാക്കി, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഗുരുക്കളാക്കി ദൈവം തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. ആരെ? ഗലീല നാട്ടിൽ കിടന്ന മീൻ പിടിച്ച് നടന്ന മുക്കുവ സഹോദരങ്ങളെ. അക്കൂട്ടത്തിൽ ന്യായപ്രമാണം മുടുനാര് കീറി പഠിച്ച അപ്പോസ്തലനായ പൗലോസിനും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു കർത്താവ്. അങ്ങനെ അവരാണ് ദൈവസഭയുടെ ഉപദേശം പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന ഉപദേശം പഠിച്ചാൽ കർത്താവിനെ കുറിച്ചും സ്വത്രം മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടും. വല്ലവരും പറയുന്നതൊന്നും നമ്മൾ കേൾക്കരുത്. ഈ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തു നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ടു പറയുന്നവൻ ശപിക്കപ്പെട്ടവനാ. ഇതെന്താ നമ്മൾ മനസ്സിലാക്കാത്ത? അഹരോന്റെ മക്കളെ യാഗം നടത്തിയപ്പോ ദൈവം നോക്കിയപ്പോൾ അത് വ്യവസ്ഥ വിട്ടുള്ള യാഗമാണ്, അത് അന്യാജ്ഞയാണെന്ന് മനസ്സിലാക്കി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നീട് ദൈവം പറയുന്നത്, മോശയോട് പറയുന്നൊരു ഭാഗം ഞാൻ പേടിച്ചു പോയി. അഹരോനോട് പറയണേ എപ്പോഴും ഈ കൃപാസനത്തിന്റെ മുൻപാകെ വരരുത്. കാരണം എന്താ? നിന്റെ മക്കൾ മരിച്ചു പോയതുകൊണ്ട് നീയും എപ്പോഴും വരരുതെന്ന്. വ്യവസ്ഥ വിട്ട് പലരും പോയിക്കൊണ്ടിരിക്കുക. വ്യവസ്ഥ വിട്ട് പോകുമ്പോൾ സംഭവിക്കുന്നു ആത്മീക മരണം. ആക്ഷരികമായിട്ട് ഒന്നും സംഭവിക്കില്ല. അവർ കുഴപ്പമില്ല. പണം കിട്ടും, സ്ഥാനം കിട്ടും, മാനം കിട്ടും, പ്രസംഗം, പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം നടക്കും. പക്ഷെ ആത്മീയമായി ചത്തുപോകും. ഇന്ന് കേരളക്കരയിലെ പല ഭക്തന്മാരും ആത്മീകമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവ വ്യവസ്ഥ വിട്ടുള്ള ശുശ്രൂഷകളിലേക്ക് അവർ കൈ നീട്ടുന്നത് കൊണ്ട്. ഇതൊരു ദൂതാണ്. ഇതൊരു ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടാണ് ഞാൻ തുറന്നു വയ്ക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വേദപുസ്തകത്തിൽ സ്തോത്രം പറഞ്ഞിരിക്കുന്ന ആത്മീക സത്യങ്ങൾ, കർത്താവ് പറയാൻ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ ജനത്തെ പറഞ്ഞു പഠിപ്പിച്ച് അവരെ ആത്മീകരാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ഇവിടെ സ്തോത്രം ആരും കാണത്തില്ല. ഉള്ളവരെയും കൊണ്ട് കർത്താവ് പോവും. ഹല്ലേലൂയ. 25-ാം അധ്യായം മത്തായി 25 തരുന്ന പഠനം എന്താ? 10 പേര് ഒരുങ്ങിയിരുന്നു. 10 പേരും സ്തോത്രം വിട്ടവരും വിറ്റവരും ഒക്കെയാ. പക്ഷേ ആർപ്പുവിളി ഉണ്ടായി. എന്താ ആർപ്പുവിളി? മണവാളൻ വരുന്നു, മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളി ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചു? 5 പേർക്ക് വെള്ളത്തിൽ എണ്ണയില്ലാതെ, അർത്ഥം ഒരുക്കമില്ലാതെ, ലോകത്തിലെ പല കാര്യങ്ങളിൽ ഇടപെട്ടവർ പോയി. പരിണിത ഫലം ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു. അല്ലാത്തവർ എന്ത് ചെയ്തു? എണ്ണ മേടിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ എന്താ കർത്താവ് പറഞ്ഞു? മുട്ടിക്കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞു? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. തള്ളപ്പെട്ടു പോയി. ഇത് ഇന്നത്തെ ക്രൈസ്തവ കോളത്തിൽ സംഭവിക്കാൻ പോവാ പ്രിയമുള്ളവരെ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരും തന്നിരിക്കുന്ന ഉപദേശങ്ങളെ കൂലങ്കഷമായ ദൈവസേനയിൽ നിന്ന് പഠിച്ച് ധ്യാനിച്ച് ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഒരുങ്ങി നിൽക്കണം. അവനിൽ, സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്ന 9-ാം വാക്യത്തിൽ, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ഇറങ്ങി വസിക്കുന്നത്. യേശുക്രിസ്തുവിലാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അടുത്തതൊരു അതിലും വലിയൊരു മർമ്മം അടുത്ത് പറയുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ കർത്താവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യേശു കർത്താവിൽ നമുക്ക് പരിപൂർണത പ്രാപിക്കാൻ കഴിയും. ക്രിസ്തുവിൽ തികഞ്ഞു വരാൻ കഴിയും. എങ്ങനെ? ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലൂടെ, അത് പഠിച്ചനുസരിക്കുന്നതിലൂടെ നമുക്കൊരു ആത്മീക തികവിലേക്ക്, നിറവിലേക്ക് വരാൻ കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കൊലോസ്യ ലേഖനം, സ്തോത്രം, സ്തോത്രം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 1-ന്റെ
18 ആദ്യത്തെ ഭാഗം മാത്രം മതി. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകും. എന്നിട്ട് അവിടെ പൗലോസ് ഈ 10-ാം വാക്യത്തിൽ 2:10 പറയുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ സഭയുടെ തലയായിട്ട് ക്രിസ്തുവിനെ പൗലോസ് പഠിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു ആ തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എങ്ങനെ പരിപൂർണരാകും? തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിച്ചനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പരിപൂർണത നമുക്ക് ലഭിക്കുന്നു. ഇല്ലെങ്കിലോ ഇല്ല. ഇതൊരു മർമ്മമാണ്. പല പ്രാവശ്യം നമ്മളിത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ്. സ്തോത്രം. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി അതിനെ 18-ാം വാക്യം ഞാനൊന്ന് കയറ്റി വായിക്കാം. വായിച്ചാട്ടെ. 2:18 താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. അപ്പൊ സഭയുടെ തലയായിട്ട് ക്രിസ്തുവാണെന്ന് ഇപ്പോൾ നേരത്തെ ഇവിടെ വായിച്ചു. അപ്പൊ ഇവിടെ പറയുന്നു തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ വിരുദ്ധ തെറ്റിക്കരുത്. ഇതൊക്കെ എന്താ ഇതിന്റെ അർത്ഥം? തലയെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുക. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. അപ്പൊ തലയെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുക. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? വിരുദ്ധ തെറ്റിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഭയില് 50 പേരുള്ള സഭയിൽ ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ പാസ്റ്റർ ഈ 50 പേരെയും ഒരു ബസ്സിൽ കയറ്റി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഡ്രൈവറിന് തുല്യമാണ്. ഈ 50 പേരുടെയും ജീവൻ ഈ ഡ്രൈവറിന്റെ കയ്യിലിരിക്കുക. ആക്ഷരിക ജീവൻ ഡ്രൈവറിന്റെ കയ്യിലിരിക്കുന്നത് പോലെ ഈ 50 വിശ്വാസികളുടെ ആത്മീക ജീവൻ ഈ പുള്ളിയുടെ കയ്യിലിരിക്കുക. ഇദ്ദേഹം കൊണ്ടുപോകുന്ന മനസ്സിലാണ് അവർ പോകുന്നത്. തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ഈ ശരീരമാം സഭയുടെ അവയവങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി. ഇല്ലെങ്കിൽ എന്തു പറ്റും? എല്ലാം പോകും. ക്രിസ്തുവിൽ തികഞ്ഞു വരണം. കർത്താവിന്റെ വരവിൽ നമ്മൾ പോകും. ഇപ്പൊ പാട്ട് പാടിക്കൊണ്ട് ഞാനും എന്താണ് ഒരു പാട്ടുണ്ടല്ലോ, കാന്തൻമാരായി ഞാനും പോകാറായി. ഇവിടെ കൂടുതൽ അമ്മാമ്മയുണ്ട്, എപ്പോഴും പാടുക. അമ്മാമ്മയുടെ ജീവിതം കണ്ട കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒന്നും ഞാൻ പറയുന്നില്ല, ഇത് കേൾക്കുന്നുണ്ട് ഈ മെസ്സേജൊക്കെ. കാന്തൻമാരായി ഞാനും പോകാറായി ടിൻഡിടി ടിൻഡിടി എന്നൊരു പാട്ട് പാടി. നല്ല കാര്യമാണ്. പാട്ടൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. ഐ എം എ ഗിറ്റാറിസ്റ്റ്, ഐ എം എ സിംഗർ, കീബോർഡ് പ്ലേ ചെയ്യുന്നതാണ് ഞാൻ. സംഗീതമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് പാട്ടിന് ഞാൻ കുറ്റം പറയുകയല്ല, നല്ല കാര്യമാണ്. പക്ഷെ ഒരുങ്ങണ്ടേ. തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിച്ച് കൊലോസ്യയിലെ വിശ്വാസികളെ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നമ്മൾ അങ്ങനെ ആകണമെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആള് കുറവാന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. യൂട്യൂബിൽ വരെ മെസ്സേജ് പോകുന്നുണ്ടോ? സന്തോഷം. ലോകം മുഴുവൻ ഇത് കേട്ടോണ്ടിരിക്കുക. പലരും പല ആംഗിളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി ഉപദേശം? സ്വത്രം. ഞാൻ പറഞ്ഞു എവിടെ നിന്ന് കിട്ടി? കർത്താവിൽ നിന്ന് കിട്ടി. അതങ്ങനെ കർത്താവിൽ നിന്ന് കിട്ടാൻ അവർ ദൈവദാസനുണ്ടായിരുന്നു, അത് മുഖാന്തരം പഠിച്ചു. അതെ, സ്വത്രം. കാരണം യേശുക്രിസ്തുവിലൂടെ നമുക്ക് പരിപൂർണത പ്രാപിക്കാൻ കഴിയുമെന്ന് പൗലോസ് കൂടെ പഠിപ്പിക്കുമ്പോൾ ആ ഉപദേശം, തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം നമ്മൾ കേൾക്കണം, കേട്ട് പഠിച്ച് അനുസരിക്കണം. അനുസരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പരിപൂർണരായിരിക്കുന്നത്. അങ്ങനെ പരിപൂർണരായിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ ചേർക്കാനാ കർത്താവ് വരുന്നത്. എല്ലാരും കൂടി കൊണ്ടുപോകാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കർത്താവിനെ തള്ളിക്കളയുന്നവരാണ്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാണ്. കർത്താവിന്റെ ഉപദേശം തള്ളിക്കളഞ്ഞിട്ട് മോശയുടെ പ്രമാണത്തിന്റെ പുറകെ പോകുന്ന ഒരു വലിയ സമൂഹത്തെ കണ്ടുകൊണ്ടാണ് പൗലോസ് അത് ആത്മാവിൽ എഴുതി വെച്ചത്. ഹല്ലേലൂയ. ദൈവപുത്രനെ ചവിട്ടിക്കളയാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കർത്താവ് തരുന്ന ഉപദേശത്തെ കണ്ട് ചവിട്ടിക്കളയുക. ഹല്ലേലൂയ.
എന്നിട്ട് അവരവർക്കുള്ള ഉപദേശം. നോ, പാടില്ല. കർത്താവ് തരുന്ന ആ വചന വ്യവസ്ഥയിൽ തന്നെ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, തരിപ്പണമായി പോകും. ഹല്ലേലൂയ. അവരിലല്ലോ ദൈവത്തിൻ്റെ സകല ദേഹരൂപമായി വസിക്കുന്നത്. അടുത്ത എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എങ്ങനെ 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 തലയായവനിൽ നിന്നല്ലോ. 19 വാക്യം വായിച്ചേ, 19 വായിച്ചേ, അപ്പോഴത് പിടികിട്ടത്തുള്ളൂ. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചും ദൈവികമായ അങ്ങനെ വളർച്ച പ്രാപിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പരിപൂർണരാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഉപദേശം വിട്ടുകളഞ്ഞാൽ പോയി. എനിക്കറിയാം, ഞങ്ങളുടെ കൂടെ നടന്ന പല സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, സന്ദർഭങ്ങൾ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തരൊക്കെ പോകാറുണ്ട്. ഇനിയിപ്പോ പാസ്റ്റർ എപ്പോൾ പോകുന്ന നോക്കിയിരിക്കുക അവര്. പാസ്റ്റർ ചാകണം പോകാൻ. സ്വത്രം. കാരണം എനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല. ആരൊക്കെ പോയാലും ഞാൻ കർത്താവിനെ വിട്ട് പോകത്തില്ല. ഈ പ്രമാണം വിട്ട് പോകത്തില്ല. ഈ വ്യവസ്ഥ വിട്ട് ഞാൻ പോകത്തില്ല. ഇത് പറഞ്ഞ് മരിക്കാനാണ് തീരുമാനം. ഹല്ലേലൂയ. കാരണം എനിക്കറിയാം, ഞാനിത് ഈ ആരാന്നറിയില്ല, ഒരു ദാസിയ പ്രസംഗിച്ച പേരങ്ങ് മറന്നുപോയി. ഈ കള്ളം വരുമ്പോൾ ഒരു പട്ടി കിടന്ന് ഭയങ്കര കുറച്ചില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പട്ടി ആദ്യം കുറച്ചു. ആ കുറച്ച പട്ടി കള്ളനെ കണ്ടോണ്ടാണ് കുറച്ചു. അപ്പോൾ ആ വീടിന്റെ പരിസരങ്ങളിലൊക്കെ കുട്ടുക്കാൽ വീടുകളിൽ പട്ടികളുണ്ട്. ഈ കുറച്ചിൽ കേട്ടിട്ട് മറ്റുള്ളവർ കിടന്ന് കുറയ്ക്കും. ഒരു 10 വീട്ടിലെങ്കിലും പട്ടി എന്ത് ചെയ്യുക, കുറച്ചുകൊണ്ട് ഭയങ്കര കുറയാണ്. കുറെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഓരോരുത്തരായിട്ട് കുറെ അങ്ങ് നിർത്തി. അപ്പൊ ഈ കള്ളൻ കയറി ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഒളിച്ചിരിപ്പുണ്ട്. ഇത് കണ്ട പട്ടി എന്ത് ചെയ്യുന്നില്ല, കുര നിർത്തുന്നില്ല. ഇതിങ്ങനെ കുറച്ചോണ്ടിരിക്കുക. കാരണം ഇത് സംഭവം കണ്ടു, അതുകൊണ്ടാണ് കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ മഹത്വം കണ്ടു. ദൈവവചനത്തിന്റെ വെളിപ്പാട് എനിക്ക് കിട്ടി. കർത്താവ് ആരാണെന്നും കർത്താവിന്റെ പ്രമാണം എന്താണെന്നും ഈ പ്രമാണത്തെ മുറുകെ പിടിച്ചാൽ അക്കരെ ചെല്ലാമെന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കത് വിട്ടുകളയാൻ പറ്റത്തില്ല. അവസാന ശ്വാസം വരെയും ഈ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിന്ന് മരിക്കാൻ എനിക്ക് ഭാഗ്യം തരണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യയില്ലെങ്കിലും, എൻ്റെ മക്കളില്ലെങ്കിലും, മരുമക്കളില്ലെങ്കിലും, എൻ്റെ ഉറ്റവരും ബന്ധപ്പെട്ടവർ ആരും വന്നില്ലെങ്കിലും, കർത്താവേ, ഈ വചന വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ എനിക്ക് കൃപ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ഒന്നും പ്രാർത്ഥിക്കില്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുക. അത് നിസ്സാരമായിട്ട് പറ്റത്തില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. പിന്നെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. അപ്പൊ കൽപ്പന പ്രമാണിച്ചാലാണ്. അപ്പോസ്തലന്മാർ തരുന്ന കൽപ്പന മുഴുവൻ ക്രിസ്തുവിന്റെ കൽപ്പനകളാണ്. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം. 1 കൊരിന്ത്യർ 14:37. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. പൗലോസ് എഴുതുന്ന ദൈവത്തിന്റെ കൽപ്പനയാ. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനയായ കൊലോസ്യ ലേഖനത്തിലെ മാർമികമായ വചന വെളിപ്പാടുകളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത 11-ാം വാക്യം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. നമുക്കൊരു പരിച്ഛേദന കിട്ടി. എന്ത് പരിച്ഛേദന? കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ആക്ഷരിക പരിച്ഛേദന യഹൂദൻ കൈകൊണ്ട് ചെയ്യുമ്പോൾ, ഈ ആത്മീക പരിച്ഛേദന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നു. എന്താണ് ആത്മീയ പരിച്ഛേദന? യേശുക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഏതൊരു കൊടുംപാപിയും ഹൃദയം കൊണ്ട് വിശ്വസിച്ചു കഴിയുമ്പോൾ അവനിൽ ഈ പരിച്ഛേദന നടക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാനസാന്തരം, രൂപാന്തരം, വീണ്ടും ജനനം, അതാണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ
തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഫിലിപ്പിയ ലേഖനത്തിൽ ലഭിച്ചു. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ അതിൻ്റെ 3:3 വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3:3. നാമല്ലോ പരിച്ഛേദനക്കാർ. ആമേൻ. ആമേൻ. അവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു നാമല്ലോ പരിച്ഛേദനക്കാർ. സ്തോത്രം. ആരാ? ഫിലിപ്പിയിലെ വിശ്വാസികളും പൗലോസും ഇൻക്ലൂഡിങ് എല്ലാവരും കൂടി ചേർന്ന് പറയാം നമ്മൾ പരിച്ഛേദനക്കാരാ. പക്ഷെ ഈ പറയുന്ന പരിച്ഛേദന മോശയുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദന അല്ലെന്ന് മനസ്സിലായിക്കോണം. അത് ആക്ഷരികമാകുമ്പോൾ പരിച്ഛേദനത്തെ കൈകൊണ്ട് ചെയ്യുന്നു. സ്തോത്രം. അത് ജഡീക നിയമമാണ്. ഇത് ആത്മീക പരിച്ഛേദന, ആത്മാവിന്റെ പ്രമാണമാണിത്. ഹൃദയത്തിൽ നടക്കുന്ന മാനസാന്തരത്തെയാണ് പൗലോസ് പരിച്ഛേദനയായിട്ട് പഠിപ്പിക്കുന്നത്. ഇത് പലരും ഇത് മറന്നുപോയിരിക്കുക. ഹല്ലേലൂയ. നാമല്ലോ പരിച്ഛേദനക്കാർ. പരിച്ഛേദനക്കാരുടെ പ്രധാന ലക്ഷണം എന്താ? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആത്മാവിൽ ആരാധിക്കുന്നവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. ബുദ്ധി കൊണ്ട് ആരാധിക്കുമ്പോൾ അത് നമ്മൾ പരിച്ഛേദനക്കാരല്ലാതായി തീരുകയാണ്. പരിച്ഛേദനക്കാരുടെ ഒരു ലക്ഷണമാണ് ആത്മാവിൻ്റെ ആരാധന, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രസംഗിക്കുക, സ്വഭാവം വെളിപ്പെടുത്തുക, ആത്മാവിനാൽ നടത്തപ്പെടുക, ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇതാണ് ആത്മീക പരിച്ഛേദനക്കാരുടെ ലക്ഷണം. അത് നമുക്കുണ്ടാകണം. അത് ശക്തിയോടെ വചനം മനസ്സിലായാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ഈ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ എന്ന് പറയുന്ന അർത്ഥം ജഡീക സ്വഭാവങ്ങൾ മുഴുവൻ മാറ്റപ്പെടുക എന്നുള്ളത്. അത് അതിനെക്കുറിച്ച് നമുക്ക് ഈ കൊലോസ്യ ലേഖനത്തിൽ തന്നെ പഠിക്കാൻ കഴിയും. അതിൻ്റെ 3-ാം അധ്യായത്തിൽ സ്തോത്രം അതിൻ്റെ 3:5 മുതൽ വായിച്ചാൽ 5 മുതൽ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. 8-ാം നാളിൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അത് ഉരിഞ്ഞു കളയുക. ആ ജഡ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയുക. അടുത്ത ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. അടുത്ത് അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം വിട്ടുകളവീൻ. അടുത്ത് അന്യോന്യം പോസ്റ്റ് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് പഴയ സ്വഭാവങ്ങൾ പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് സൃഷ്ടിച്ചവന്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളി. അടുത്ത് ഇല്ല. എല്ലാവർക്കും ഒരു ജാതിയെന്നോ മതമെന്നോ ഗോത്രമെന്നോ വംശമെന്നോ ഒരു ഭാഷക്കാരനോ ഒന്നുമില്ല. എല്ലാവരും ക്രിസ്തുവേശുവിൽ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സാർവത്രികമാണ്. ലോകത്തുള്ള സകല രാജ്യങ്ങളിലുള്ളവർക്കും, സകല ഭാഷക്കാർക്കും, സകല ഗോത്രക്കാർക്കും, സകല വംശക്കാർക്കും ഉള്ള ഒരു സ്വത്രം ഉപദേശ സത്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ്? ഹൃദയ പരിച്ഛേദന ഉണ്ടാകുക. ഹല്ലേലൂയ. ഹൃദയത്തിലുള്ള ഒരു മാനസാന്തരം ഉണ്ടാകുന്ന, കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് ഒരു മാനസാന്തരം ഉണ്ടാകുക, ഒരു വീണ്ടും ജനനം ഉണ്ടാകുക. അതിനാണ് ഈ പരിച്ഛേദന എന്ന് പൗലോസ് ഈ പദം എടുത്ത് പറയുന്നത്. അത് ജാതിമത ഭേദമൊന്നും ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പഴയ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ ഈ ജഡീക സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ വിശ്വാസത്താലുള്ള ഒരു നീതീകരണം, വിശ്വാസത്താലുള്ള രക്ഷ നമുക്ക് ലഭിച്ചു എന്നാണ് ആ അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഇനി അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ പെട്ടെന്ന് പോവുക, നമ്മൾ ഒത്തിരി സബ്ജക്റ്റ് കവർ ചെയ്യേണ്ടതുണ്ട്. 12-ാം വാക്യം 2:12. അവനോടുകൂടെ അടക്കപ്പെടുകയും സ്തോത്രം
ഹല്ലേലൂയ. ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ സ്നാനത്തിൽ നടന്ന സംഭവം എന്താണെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സ്നാനത്തിൽ എന്ത് സംഭവിച്ചു? അവനോടുകൂടെ ഈ അടക്കപ്പെടുന്നതിന് മുമ്പ് ചാകണമല്ലോ. ചാകാത്തവരെ കുഴിച്ചിടാൻ പറ്റും. ഇന്ന് ചാകാത്തവരെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ചാകാത്തവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അർത്ഥം വീണ്ടും ജനനം പ്രാപിക്കാത്തവരെ, മാനസാന്തരപ്പെടാത്തവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഞങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ഹൃദയത്തിൽ വലിയ വേദനയും കരച്ചിലും ഒക്കെ ഉണ്ടായിട്ടാണ് വരുന്നത്. ചത്ത വീട്ടിലെ പോലെ ഒരു അവസ്ഥ. കാരണം പഴയ പാപ പ്രവൃത്തികളൊക്കെ ഓർത്ത് നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് വരും. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇടപെട്ടിട്ട് വലിയ കുറ്റബോധം തരും. അഭിഷേകം പ്രാപിക്കണമെന്നൊന്നുമില്ല, ആത്മാവ് ഇടപെട്ട് വലിയ കുറ്റബോധം ഉണ്ടാകും. ആ ഹൃദയ നുറുക്കത്തോടെയാണ് ദൈവസന്നിധിയിൽ സ്നാനക്കുളത്തിലേക്ക് പോയി. ഇന്ന് ചാടിക്കളിച്ചൊക്കെയല്ലേ പോകുന്ന പലരും. കാരണം കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുടച്ചു, ലോറി മേടിച്ചു കൊടുത്തു, വീട് മേടിച്ചു കൊടുത്തു, വിസ മേടിച്ചു കൊടുത്തു, ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ വാരിക്കോരി പാസ്റ്റർമാർ കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് അതൊക്കെ വാങ്ങിക്കൊടുത്ത് വിശ്വാസികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കി പൊക്കി ഉണങ്ങിയ ഭാവിയെ നനഞ്ഞ ഭാവിയാക്കി തീർന്നു. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ചിരിക്കുമ്പോൾ ചിന്തിക്കുകയും കൂടി ചെയ്തോണ്ടേ. സ്തോത്രം. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരിച്ചു. അത് തെളിയിക്കാനായിട്ട് സ്തോത്രം റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ്. ഇതൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. പൗലോസ് പറയുന്ന ഉപദേശങ്ങളെ ലിങ്ക് ചെയ്ത് കോർത്തിണക്കി പഠിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അത് വായിക്കാൻ പറയുന്നത്. 3, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ മരണത്തിൽ പങ്കാളിയാകുക, യേശുക്രിസ്തുവിനോട് നമ്മൾ മരിക്കുക ചെയ്യുന്നത്. അടുത്ത 4-ാം വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ മരണവും കുഴിച്ചിടപ്പെടലും നടന്നു. സ്നാനത്തിൽ നടക്കുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്നു, പഴയ സ്വഭാവങ്ങൾ വിട്ടുപോകുന്നു. മാത്രമല്ല വെള്ളത്തിൽ പൂർണ്ണമായി നിമജ്ജനം ചെയ്യുമ്പോൾ പഴയ മനുഷ്യൻ അവിടെ കുഴിച്ചിടുന്നു. ഇന്ന് ഇതൊന്നും സ്നാനത്തിൽ നടക്കുന്നില്ല. എനിക്കറിയാം, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ 600 പേരെ സ്നാനപ്പെടുത്തി, ഞാൻ 500 പേരെ സ്നാനപ്പെടുത്തി, ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു കഥയുമില്ല. ആളെ കൂട്ടത്തോടെ സ്നാനപ്പെടുത്തുന്നതിലല്ല വിഷയം. പണ്ട് ക്യാപ്റ്റൻ ഷമോല് ഒരു പറഞ്ഞൊരു വലിയ യാഥാർത്ഥ്യം ഞാൻ ഇന്ന് പൽക്കാലം തുറന്നു വയ്ക്കാൻ താല്പര്യപ്പെടുക. താനൊരു നദീപ്രദേശത്തിൻ്റെ അടുത്തൊരു ചർച്ചിൽ തന്നെ വിളിച്ചു മീറ്റിംഗ് നടത്താനായിട്ട് വിളിക്കുന്ന സമയത്ത് താൻ അവിടെ ചെന്ന് അവിടെ വൈകുന്നേരം വിശ്രമിക്കുക. രാത്രി വൈകുന്നേരം 7 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ഒരു 3 മണിക്ക് താനൊരു ഉച്ചയുള്ളപ്പോൾ അവിടെ ചെന്നു. ഒരു 3 മണിക്ക് വെളിയിൽ കസേരയെ കെട്ടി ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ നദി ഇങ്ങനെ ഒഴുകുക, വലിയൊരു നദി. ആ നദിയുടെ ദൂരെ ഏകദേശം ഒരു 1000 മീറ്റർ ദൂരെ ഒരു ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു. ഇദ്ദേഹം ചോദിച്ചു, സഹോദര എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ചർച്ചിൻ്റെ കെയർ ഓഫിൽ സ്നാനപ്പെടുത്താമെന്ന്. അവർ എങ്ങനെ സ്നാനപ്പെടുത്തുന്നു? അത് ഫോറിൻ മണി ഉള്ളവർ സപ്പോർട്ട് മിനിസ്റ്റർ ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവർ കാശ് മേടിച്ച് ആൾക്കാരെ സ്നാനപ്പെടാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. ഒരു 100 രൂപ കൊടുത്തേച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഈ ലോകത്തിൽ നടക്കുന്ന വ്യാജ പ്രവൃത്തികൾ, അതുകൊണ്ടല്ലേ ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ അയാൾ ഒന്ന് സ്നാനപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു ലീഡറുണ്ട്. അദ്ദേഹം പറയും, എത്ര പേരെ വേണം സ്നാനപ്പെടുത്താൻ? എനിക്കൊരു 50 പേരെ കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, എന്നാൽ എൻ്റെ കാശിന് വേണ്ടി തന്നേര് സ്നാനപ്പെടുത്താതെ. ഈ സ്നാനപ്പെടുത്തിയിട്ട് ഒരാൾക്ക് ഒരു തലയ്ക്ക് 100 പേരെ 500 രൂപ വെച്ച് ആരോട് മേടിക്കും? ഇതാണ് നടക്കുന്നത്. ക്യാപ്റ്റൻ ഷമോൽ പാസ്റ്റർ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ പറയുന്നത് ബ്രദർ? ഇത് സത്യമാണ് പാസ്റ്റർ. ഞാൻ ഈ പറയുന്നത് സത്യമാണ്. ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ ഞാൻ പുള്ളി പൊത്തോടത്തോണ്ട് പോയെന്നാണ് കണ്ടത്. കാരണം ഇങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ എന്നാ പ്രസംഗിക്കാനാ? അത് ദൈവമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാ ദേവദാസന്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴിത് പറഞ്ഞത്. ഈ വ്യാജ പ്രവൃത്തി വടക്കേന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങൾ ഓർക്കുന്നില്ല, ഈ വടക്കേന്ത്യയിൽ കയറി അടിക്കുന്നു അവർ സുവിശേഷ വിരോധികൾ. എന്താ കാര്യം? യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ അവിടെ ഉണ്ടോ? എൻ്റെ ചോദ്യം, ഉണ്ടോ? ഈ നിലയിൽ സ്നാനപ്പെട്ട് വന്നിരുന്നവർ പ്രാർത്ഥിച്ച വല്ലവരും അവർ നല്ല ചുട്ട അടിയല്ലേ കൊടുക്കുള്ളൂ. നിന്നോട് ആര് പറഞ്ഞു വെള്ളത്തിൽ മുങ്ങാൻ?
അവർ പറയും പാസ്റ്റർ പറഞ്ഞു, എന്നോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു മുങ്ങാനെന്ന് പറയാൻ ആരെങ്കിലും കഴിയുമോ? ഇല്ല. അപ്പൊ സ്നാനത്തിൽ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം, ആ സ്നാനപ്പെടുന്ന വ്യക്തി അവൻ ആത്മീകമായി മരിക്കുക, അവന്റെ പഴയ സ്വഭാവങ്ങൾ അവനിൽ നിന്ന് വിട്ടുപോവുക. വെള്ളത്തിൽ മുങ്ങുമ്പോൾ കുഴിച്ചിടുകയാണ്, പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടി. അതാണ് പൗലോസ് ഇവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നമ്മെല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അടുത്ത അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്ത് പോകില്ലെന്ന് കുസ്തി പിടിക്കാനും അടക്കുണ്ടാക്കാനൊന്നും പോണ്ട. ഈ വാക്യം എടുത്തങ്ങ് പറയിച്ചാൽ മതി. ഈ വാക്യം എടുത്തങ്ങ് പറയിച്ചാൽ മതി. ഏത് വാക്യം? ഹല്ലേലൂയ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. സ്നാനം എന്നുള്ളത് മഹത്തരമായ ശുശ്രൂഷയാണ്. ഈ ലോകം മുഴുവൻ സുവിശേഷിച്ചുകൊണ്ടിരുന്നൊരു സുവിശേഷകൻ സ്നാനത്തെ എതിർത്ത് 8-10 CD വരെ ഇറക്കിയത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അദ്ദേഹത്തെ ആ നിലയിലല്ല കണ്ടത്. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് ഭാഷ എല്ലാം പോയി അവിടെ പോയി പുള്ളിക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുകയും അനുദപിക്കുകയും മുതലക്കണ്ണീരൊടുക്കുകയും ചെയ്ത ചരിത്രം പ്രിയ സജീവറിസ് പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഞാനും ഒന്നുകൂടി ഞെട്ടി. എന്തൊക്കെ നടക്കുന്നത് ഈ മക്കളെ! സ്നാനത്തിന്റെ മഹത്വം എന്താണെന്ന് വേദപുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കണം. ഉപദേശത്തിലൂടെ ഒരു വ്യക്തി പാപത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാവുന്ന, പഴയത് കഴിഞ്ഞു പോയി, കണ്ടാൽ സകലതും പുതുതായിത്തീരുന്നു. അതാ സ്നാനം. സ്നാനത്തെ ആരും കുറച്ചായിട്ട് കാണരുത്. യോർദാൻ നദിയിൽ കലക്കവെള്ളത്തിൽ യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ ദൈവപുത്രനായ യേശുക്രിസ്തു സ്നാനപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ദൈവത്തിന്റെ നീതിയാണ് സ്നാനം. ശാസ്ത്രിമാരും പുരോഹിതന്മാരും ദൈവകൽപ്പനയായ സ്നാനത്തെ എന്ത് ചെയ്തു? നിസ്സാരമായിട്ട് കണ്ടു അവരെ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് സ്നാനമേറ്റ് മാതൃക കാണിച്ചു തന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ ആ രക്ഷിക്കപ്പെട്ടു വരുന്ന 3000 പേരെ അവരെ സ്നാനപ്പെടുത്തിയ അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തരമായ 2 ശുശ്രൂഷകളാണ്. ഒന്ന് സ്നാനം, ഒന്ന് കർത്താവിൻ്റെ മേശ. അത് അതിൻ്റെ പരിപാവനതയിൽ വേണം നമ്മൾ കാണാൻ, എടുക്കാൻ. അല്ലാതെ ഇതൊക്കെ ചുമ്മാ നിസ്സാരമായിട്ട് നമ്മൾ ചെയ്താലുണ്ടല്ലോ അതിൻ്റെ ശിക്ഷ നമ്മൾ വഹിക്കേണ്ടി വരും. ദൈവത്തോട് നമ്മൾ കണക്കോട്. എനിക്ക് പേടിയാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ഭയഭക്തിയോടെ ചെയ്യുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ മുൻപോട്ട് വരട്ടെ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അതിനെ സ്തോത്രം അവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പം നമുക്കൊരു ആത്മീയ ഉയർപ്പ് ലഭിച്ചു. ഈ എഫേസ്യ ലേഖനത്തിൽ ഉയർപ്പിനെ കുറിച്ച് പറയുന്നൊരു ഭാഗം നിങ്ങളൊന്ന് വായിച്ചെങ്കിൽ നന്നായിരുന്നു. അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. 2-ന്റെ 1 വായിച്ച. എഫേസ്യർ 2-ന്റെ 1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇനി അതിൻ്റെ 5-ാം വാക്യം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. അമ്മ ജീവിപ്പിച്ചു. ഇനി 7-ാം വാക്യം. അപ്പൊ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ജീവിപ്പിച്ചു എന്ന് എഫേസ്യ ലേഖനം 2-ന്റെ 7 മുതലുള്ള 7 വരെയുള്ള വാക്യം പഠിച്ചു വരുമ്പോൾ നമ്മളെ എന്ത് ചെയ്തു? അവൻ ഉയർപ്പിച്ചു, നമ്മളെ ജീവിപ്പിച്ചു, നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. ഇതിന്റെ അർത്ഥം ഈ 12-ാം വാക്യത്തിലാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ വായിക്കാം. ദൈവത്തിന്റെ വ്യാപാര ശക്തിയാ 2-ന്റെ 12 കൊലോസ്യർ.
സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയുള്ള ഉയർപ്പാ കിട്ടിയത്? ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ ഒരു ഉയർപ്പാ നമുക്ക് കിട്ടിയേക്കുന്ന ആശ്ചര്യ ഉയർപ്പല്ല. ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ ഒരു ആത്മീക ഉയർപ്പ് നമുക്ക് തന്നിരിക്കുക. സ്തോത്രം. ഈ മർമ്മം നമ്മൾ മനസ്സിലാകാതിരിക്കരുത് പ്രിയമുള്ളവരെ. നമ്മളെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്തോത്രം മനുഷ്യൻ ചത്തുപോയി നമ്മളെ ഉയർപ്പിച്ചതായിട്ടൊക്കെ ചിലരൊക്കെ പഠിച്ചോളുക, അങ്ങോട്ട് പഠിപ്പിക്കുക പറയും. അല്ല, ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താലുള്ള ഒരു ഉയർപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏതവസ്ഥയിൽ നിന്ന്? പഴയ പാപ പ്രവൃത്തികളിൽ നിന്നും പാപ ജീവിതങ്ങളിൽ നിന്നും ഒക്കെ പഴയ സ്വഭാവങ്ങളെല്ലാം മരിച്ച് പഴയതെല്ലാം പോയി ആത്മീയമായ ഒരു പുതിയ മനുഷ്യനായി തീർന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 5:17 വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ 5:17 വായിച്ചാട്ടെ.